ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടേസ്റ്റിയായ പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഏത് കറിയുടെ കൂടെ കഴിക്കാനും പറ്റിയ നല്ലൊരു സൂപ്പർ പൊറോട്ടയാണിത്. മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 2.5 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പും വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഗീ വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ചൂടുള്ള വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇതുപോലുള്ളൊരു തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ മാവ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൈവച്ച് ഇനി നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ തടവി ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവിനെ നമ്മൾ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിത് ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അടുത്തതായി ഈ മാവിനെ 2 ഭാഗങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഓരോ ഭാഗവും വീണ്ടും മുറിച്ച് 3 പീസാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അത്രയും പൊടിയിൽ നിന്ന് നമുക്കിവിടെ 6 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്കൊക്കെ അല്പം എണ്ണ തടവി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളൊരു 2 സെറ്റാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തടവി നമുക്കിത് മാറ്റി വെച്ച് മറ്റ് 2 എണ്ണം കൂടി പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റിലേക്കുള്ള 3 എണ്ണം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊറോട്ടയുടെ പ്രധാനമായ മറ്റൊരു ചേരുവ പറയുന്നത് മല്ലിയിലയാണ്. അപ്പോൾ നമ്മൾ പരത്തി വെച്ച മാവിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. 3ൻ്റെ മുകളിലേക്കും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ സെറ്റിൽ പരത്തിയെടുത്ത മാവ് ഒന്നിന് മുകളിൽ ഇങ്ങനെ ഒന്നാക്കി വെക്കാം. അപ്പോൾ ഇത് 3 നമുക്ക് ആദ്യം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പറ്റുന്ന അത്ര മാക്സിമം നല്ല പോലെ പരത്തിയെടുക്കണം. പരത്തി കഴിഞ്ഞാൽ നമ്മളൊരറ്റത്ത് നിന്നും ചുരുട്ടിയെടുത്ത് ഇതുപോലെ ആക്കി വെക്കണം. ഇനി ഇതിലേക്കൊരല്പം എണ്ണ തടവി മാറ്റി വെച്ച് രണ്ടാമത്തെ സെറ്റും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ആ 6 ഉരുളകൾ ഇങ്ങനെ 2 സെറ്റാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ മുറിച്ചെടുക്കണം. ഞാനിത് 5 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിലല്ല മുറിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പൊറോട്ടകളാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമ്മളിത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ മുറിച്ചെടുത്ത ഓരോ പീസും പരത്തുന്നതിൻ്റെ മുന്നേ ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ പരത്തിയെടുത്ത് കഴിഞ്ഞു. പാന് നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ പൊറോട്ടകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 പ്രാവശ്യമൊക്കെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റ് ഇടാം. അപ്പോൾ പൊറോട്ടയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പൊറോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.